പ്രശ്നം എന്ന് വെച്ചാൽ നാക്ക് നമുക്കറിയാം, നമ്മുടെ ഈ നാക്കല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവ് എത്ര നല്ലവനെന്ന് ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. പറഞ്ഞേ, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അപ്പം നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും ഒക്കെ നമുക്കല്ലാത്ത ഒരു മധുരം നമുക്ക് ആന്തരികമായ ഈ ആന്തരിക രസനയിൽ അനുഭവപ്പെടും. അത് ഒരു അത്തരം അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടാൻ വേണ്ടിയാണ് ദൈവം ഈ ക്രമീകരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളൊക്കെ ചെയ്യണത്. ദൈവത്തെ അനുഭവിക്കാനുള്ള ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ സാന്ദ്ര പറഞ്ഞെന്തറിയാമോ, എനിക്കിപ്പോൾ ജവമാനത്തിലുള്ളത് ജിലേബി കഴിക്കണ പോലെയാണെന്ന്. ജവമാനം അധികം ചെല്ലാത്ത ആളായിരുന്നു, പക്ഷെ അഭിഷേകം കിട്ടിയ ആളിനെ അഭിഷേകം കിട്ടിയിട്ട് ജപമാല ചെല്ലുമ്പോൾ ആന്തരിക മധുരം വരികയാണ്. എനിക്കിപ്പോൾ ജപമാല ചെല്ലണത് ജിലേബി കഴിക്കണ പോലെയാണെന്ന്. അത് ഇവള് പറയണത് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ആന്തരിക അഭിഷേകം കിട്ടുമെന്നാണ്. ഇത് ആന്തരിക രസനയിലുള്ള ആത്മാവിൻ്റെ നാവിലുള്ള ഒരു മധുരമാണ്, ഒരു അനുഭവമാണ് ശരിക്കും. അത് ബൈബിള് പിന്നെ അത് പറയുന്നുണ്ട് മധുരത്തെക്കുറിച്ച്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, അതായത് സങ്കീർത്തനം 19:10 എടുത്ത്. സങ്കീർത്തനം 19:10 അവ പൊന്നിനെയും തങ്കത്തെയുംകാൾ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻ കട്ടയേക്കാൾ മധുരമാണ്. സങ്കീർത്തനം ദൈവവചനത്തെ അനുഭവിക്കണത് എങ്ങനെയാണ്? അത് തേനിനേക്കാൾ, സങ്കീർത്തനം 19:10 എന്താ പറയണത്? അത് തേനിനേക്കാളും പറഞ്ഞേ, അവ തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മധുരമുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ അരമണിക്കൂർ വചനം വായിക്കാൻ അച്ഛൻ പറഞ്ഞില്ലേ? അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ 10 കൊല്ലം വായിച്ചിട്ടും വചനം നിങ്ങൾക്ക് തേൻ കട്ടയെ പോലെ മധുരമില്ലെങ്കിൽ നിങ്ങൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളൊരു വർത്തമാന പത്രം വായിക്കണ ഒരു ബൈബിൾ വായിച്ചിട്ടാണ് നിങ്ങൾക്ക് ആന്തരിക രസനയിൽ ദൈവവചനം മധുരമാകാതിരിക്കണത്. വചനം വായിക്കുന്തോറും നമുക്ക് ഭയങ്കരമായ മധുരിമ, ആന്തരിക മധുരിമ അനുഭവപ്പെടും, സന്തോഷവും. അതുപോലെ തന്നെ വചനത്തിലൂടെ ദൈവം നയിക്കണതും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതാണ് ഈ മധുരം എന്ന് പറയണത്. അല്ലാതെ പഞ്ചാര എന്ന് പറഞ്ഞിട്ട് നമുക്ക് വായിലിടുമ്പോൾ ഉണ്ടാകുന്ന മധുരമല്ല, ദൈവ സ്നേഹമല്ലാതെ അനുഭവിക്കും നമ്മൾ. അപ്പോൾ ദൈവ സ്നേഹമായതുകൊണ്ട് അത് വചനത്തിലൂടെ, വചന വായനയിലൂടെ, വചന നിവർത്തീകരണത്തിലൂടെയൊക്കെ, വചന ധ്യാനത്തിലൂടെ അനുഭവിക്കാൻ എളുപ്പമാണ്. അതിന് ഒരു ഭാരം, ഇപ്പം നമുക്ക് ഒരു മിനിമം ഭാരം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു വിമാനം 700 യാത്രക്കാരെയും കൊണ്ട് റൺവേയിലൂടെ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ നല്ല അതിൻ്റെ സ്പീഡ് 200 കിലോമീറ്ററാക്കി, പിന്നെ 300 കിലോമീറ്ററാക്കി, പിന്നെ 400 കിലോമീറ്ററാക്കി, 450 കിലോമീറ്റർ സ്പീഡാകുമ്പോൾ അവരുടനെ എൻ്റെ ചിറക് ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് വിമാനത്തിരിക്കുമ്പോൾ അറിയാൻ പറ്റും. അവർ ചിറക് 450 കിലോമീറ്റർ വിമാനം റൺവേയിൽ സ്പീഡായി കഴിഞ്ഞാൽ ചിറക് അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കാറ്റിനെ ഈ ചിറകിൽ പിടിക്കും. അപ്പോൾ ഈ സാധനം പൊന്തിപ്പോവും. ആ കാറ്റിൽ ചിറകിനെ അവർ പിടിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ വിരിച്ചിട്ട് നോക്കുമ്പോൾ ഈ ചിറകിങ്ങനെ ഇളകി ഇങ്ങനെ കാറ്റിനെ പിടിക്കണ കാണാൻ പറ്റും. അപ്പോഴീ വിമാനം നേരെ പൊന്തി വരും. അപ്പോൾ 750 യാത്രക്കാരുടെ വിമാനത്തിൻ്റെ ടൺ എത്രയാണെങ്കിലും ആ ഭാരം ലഘുവായി മാറും. ആ ഭാരത്തിനെല്ലാം കാറ്റും സ്പീഡും കൂടി താങ്ങി നിർത്തും. ഇതുപോലെ വചനം വായിക്കുന്ന ആദ്യകാലം വായിക്കണ്ട, നാളെ പ്രാർത്ഥിക്കാം, ഇപ്പം പ്രാർത്ഥിക്കണ്ട, പിന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ മകൻ അവിടെ ഇരുന്ന് പെരിച്ചാഴി പറയും, അമ്മ ഒരു കൊന്ത 2 ദിവസം ചെല്ലിയാൽ മതി എന്ന് പറയും. അപ്പം തന്നെ ആ പ്രാർത്ഥനാ പുസ്തകം എടുത്ത് അവനെ തലക്കെട്ടടിക്കണം. അതായത് ഒരു തരം ഫ്രോഡും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴും. കാരണം എന്താണ്, നിങ്ങൾ അതുകൊണ്ട് തന്നെ ശക്തനും ധീരനുമായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവതിരുസന്നിധിയിൽ സത്യത്തോടെ നിൽക്കാൻ നോക്കണം. സത്യത്തോടെ ദൈവത്തിന് മാത്രം 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ഇത് പ്രയോറിറ്റി ഓഫ് വാല്യൂ. 1ാമത്തെ കൽപ്പന കവന്നതിനതാണ്, നിൻ്റെ കർത്താവ് ദൈവം, നിൻ്റെ ഭർത്താവല്ല, ഇപ്പം ദൈവം തന്നെ. ആ ദൈവത്തിൻ്റെ ഒപ്പം നിന്നെ വേറെ ആരെയും വെക്കരുത്. അല്ല, നീ ആരെയും കോംപ്രമൈസ് ചെയ്യിക്കരുത്. ആ വിഷയത്തിൽ ആ കളത്തിൽ കയറി കളിക്കാൻ ആരും അനുവദിക്കരുത്. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു മകന് പേരെന്നാ
ആശുപത്രിയിൽ കിടന്ന് കുറേ ഒരു നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ, മറന്നു ഞാൻ പേര്. അപ്പോൾ അയാൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകനാണ് എന്നെ ദൈവത്തിനെ ഇപ്പോൾ കാണിച്ചതെന്നാണ് പറയണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, മകൻ്റെ കൂടെ മകന് ജനിച്ചപ്പോൾ ചങ്കും കരളും ആമാശയവും കിഡ്നിയും ഒക്കെ പല സ്ഥലത്തായിരുന്നു. അപ്പോൾ ഡോക്ടർ പല സമയത്ത് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഏതാണ്ട് 95% ആൾക്കാർ, 95,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്, 1,00,000 ആൾക്കാർ കണ്ടത് ആ സാക്ഷ്യം. എന്നുവെച്ചാൽ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പലപ്പോഴും ഡോക്ടർ പറഞ്ഞു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് കിഡ്നി ചങ്കിൻ്റെ അകത്തും നെഞ്ചിൻ്റെ അവിടെയും പിന്നെ അത് ആമാശയില്ല, അത് തൊടേന്ന് ഇത് വാങ്ങിച്ച് വെച്ചിട്ടാണ്, തൊടേന്ന് ഞരമ്പെടുത്തിട്ടാണ് ആമാശയം രണ്ടാമത് ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പല അവയവങ്ങളും ഇല്ലാതെ വരും. അതുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ ഇത് മരിക്കും. നിങ്ങൾ അബോർട്ട് ചെയ്യണം, നല്ലത് മതി. അപ്പൻ അബോർട്ട് ചെയ്യിക്കത്തില്ല. അപ്പൻ അബോർട്ട് ചെയ്യാതെ വിശ്വാസത്തിൽ തന്നെ അപ്പൻ പിടിച്ച് നിൽക്കും. ആ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുള്ളവർ ഒന്ന് കൈപൊക്കിക്കേ. അനൂപിൻ്റെ സാക്ഷ്യം. അനൂപ് ഒരു കോംപ്രമൈസ് തയ്യാറാകത്തില്ല. അവസാനം ആ കൊച്ചിന്, ആ മനുഷ്യൻ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വീണ്ടെടുക്കണ എടുപ്പെന്ന് പറഞ്ഞ ഐതിഹാസികമായ ഒരു ആത്മീയ വിജയത്തിൻ്റെ ചരിത്രമാണ്. കൈയടിച്ച് സ്തുതിക്കണല്ലേ. ഇത്ര നല്ല ദൈവത്തോട് ഇന്നു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയേകിയ ഇത്ര നല്ല ദൈവത്തോട് എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയേകിയ. അതായത് അനൂപ് എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ചെയ്യരുത്, അബോർട്ട് ചെയ്യരുതെന്ന് പറയാൻ കാര്യം എന്താണ്? അയാളുടെ ആസ്തിയാണ്. അയാളെ കുഞ്ഞുനാൾ പോലും മാതാവിൻ്റെ ആളാണ്. അപ്പോൾ ഒരു അറ്റ കൈ ഉണ്ടായാൽ അമ്മ അഭയം തരുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് പക്ഷേ എന്നാലും പലപ്പോഴും പല പല പ്രശ്നങ്ങൾ കാരണം, ഈ ആമാശയമില്ലാത്ത കാരണവും അതുപോലെ കിഡ്നികൾ സ്ഥലം മാറിയിരിക്കുന്ന കാരണവും കുഞ്ഞിനെപ്പോഴും ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യും. പല പല ഓപ്പറേഷൻ കഴിയും. ഒരു കൊല്ലമൊക്കെയാണ് ICU കിടന്നത്. 22 ലക്ഷം രൂപയാവും ചിലവ്. എന്നിട്ട് ഫൈറ്റ് ചെയ്യണം. ഡോക്ടർമാർ പറയുക, ഡോക്ടർമാരുടെ ആത്മവിശ്വാസം വരെ പോകുമ്പോഴും ഇവൻ ഈ ഉടുത്ത തുണിയാലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. ഉടുത്ത തുണിയാലെ അമ്മയെടുത്ത് വരും. അമ്മയെടുത്ത് വന്നിട്ട് പറയും, ഞാൻ അമ്മയ്ക്ക് ഒരാഴ്ച തരും എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ. അവിടെ നിന്ന് അവൻ പറയും, ഞാൻ ഉടുത്ത തുണിയാലെ ഷേവ് പോലും ചെയ്യാതെ അമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ അമ്മയ്ക്ക് ഒരാഴ്ച തരും. ഇന്ന് ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ എൻ്റെ കുഞ്ഞ് റെഡിയായിരിക്കണം, ഞാൻ പോകണമെന്ന് പറയും. അത് ആധികാരികതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റ് എങ്ങനെ കിട്ടിയതാണത്? നേരത്തെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ആധ്യാത്മിക ജീവിതം നിനക്ക് നൽകുന്ന ഒരു ഈടുവെപ്പാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ ഇതാണ് ആസ്തിയും ആത്മവിശ്വാസവും എന്ന് പറയണത്. അയാൾ ദൈവത്തെ ഭീഷണിപ്പെടുത്തിയതല്ല, സങ്കടം കൊണ്ട്, തനിക്ക് പറയാനുള്ള അവസാനത്തെ ആളായതുകൊണ്ടും ഇത് കേൾക്കാൻ ബാധ്യതയുള്ള ആളായതുകൊണ്ടും ദൈവപിതാവ് നമ്മളുടെ സങ്കടങ്ങൾക്ക് നമ്മൾക്ക്
കൂടെ നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളായതുകൊണ്ടും അമ്മയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത് കൊണ്ടും ആ ബോധ്യം ഒരു ശിശുവിനെന്ന പോലെ അവന് ഉള്ളത് കൊണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് അത് ആ സാക്ഷ്യം. എന്താ കാര്യം? ഇപ്പം നമ്മൾ കുഞ്ഞ് നോക്കുമ്പോഴേ അവൻ ഓടിക്കളിച്ച് നടക്കണ കാണാം. എത്രയോ പ്രാവശ്യം മരിച്ച കുഞ്ഞിനെയാണിന്ന് അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ പോലും നിൽക്കാതെ അവൻ ഓടിക്കളിച്ചേക്കുമ്പോൾ നമുക്ക് തന്നെ ഈ പറഞ്ഞ കുഞ്ഞാണോ എന്ന് ഓർക്കും. അതുകൊണ്ട് നമ്മൾ സാക്ഷ്യം ഇട്ടപ്പോഴേ ആ കുഞ്ഞിൻ്റെ പഴയ അവസ്ഥകളെല്ലാം ഇട്ടിട്ടുണ്ട്. ആ സാക്ഷ്യം ഇട്ടപ്പോഴേ അവൻ കരിഞ്ഞു പോയതും കറുത്തിരിക്കണതും അവൻ്റെ 16,000 രൂപ അവൻ്റെ മേത്ത് കിടക്കണതും എല്ലാം സാക്ഷ്യത്തിൽ കിടപ്പുണ്ട്. അവനാണോ ഈ ഓടിക്കളഞ്ഞുകൊണ്ടിരിക്കണത് എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം ജിഷ്മയ്ക്ക് എന്താ സംഭവിച്ചത്? ജിഷ്മയോട് എന്താ പറഞ്ഞത്? എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ അടുത്ത വചനം വായിച്ചേ. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളാണ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ഞാൻ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിന്നെ ചിതറിച്ചിരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഞാൻ നിന്നെ കൂട്ടിച്ചേർക്കും. ആർക്കുള്ള വചനമാണിത്? ഇത് ജിഷ്മയ്ക്കുള്ള വചനമാണ്. എന്താ കാര്യം അറിയാവോ? ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴേ അവൾക്ക് ജോലി കിട്ടി. അത് ജോലിയില്ലായിരിക്കരുന്ന്. അമ്മ ജോലി കൊടുത്തു, ഗവൺമെൻറ് ജോലി കൊടുത്തു. അപ്പം തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു തറയായി. പിന്നെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ കേസ് തീർന്നപ്പോൾ എന്നാ പറ്റി? അവർ തമ്മിൽ വീണ്ടും യോജിച്ചു. അതെന്തിൻ്റെ പ്രകാരമാണ്? അത് ഈ ജെറമ്യ 29:14. എന്താ കാര്യം? അതായത് നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, സെപ്പറേറ്റായ സ്ഥലത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ ഭർത്താവോ ഭാര്യയോ ആരും നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയാലും ഉടമ്പടി പ്രകാരം അവരെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ ഐക്യപ്പെടുത്താൻ ദൈവം നിങ്ങളെ കാത്തിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിലെ ഏറ്റവും വലിയ കാതലായ ദൈവിക ആനുകൂല്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള വ്യാപനമാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ഉടമ്പടി എന്തിനു വേണ്ടി എടുത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, എനിക്ക് ജോലി കിട്ടാനാണ് ഉടമ്പടി എടുത്തതെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ എന്താണ് പറയേണ്ടത്? എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറയണം. എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്? ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ. ബാക്കിയുള്ളത് ചെയ്യണ ദൈവമാണ്. അല്ല, ഞാൻ ഉടമ്പടി എടുത്തത് ജോലി കിട്ടാനാണ്, പെണ്ണ് കെട്ടാനാണ് എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളെന്താ പറയേണ്ടത്? ഞാൻ ഉടമ്പടി എടുത്തത് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ. അതാണ് 17:1. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക,
കുറ്റമറ്റവനായി വർത്തിക്കുക. ഉടമ്പടി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ്? എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, പറഞ്ഞേ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. കുറ്റമറ്റവനായിരിക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ ബേസിക് എന്ന് പറയണത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവതിരുസന്നിധിയിൽ ദൈവദൃഷ്ടിയിൽ കുറ്റമറ്റവരായി അത് പ്രോസസ്സാണ്. ഓരോന്നെ തടാൻ ചിലപ്പോൾ എല്ലാവർക്കും നടക്കത്തില്ല, പക്ഷെ നമുക്കതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടി പ്രകാരം അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 17:4 എടുത്തേ. ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. ആരുമായിട്ട്? എബ്രാത്തിനോട് പറയണ ദൈവം. എന്താണ്? നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി. അപ്പോൾ 17:4 അനുസരിച്ചിട്ടാണ് ദൈവം 17:1 പറയണത്. എന്തിനാണ്? ഉടമ്പടിക്ക് മുമ്പ് തന്നെ ദൈവം പറയും, ഞാൻ നീയോട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രഥമമായ ഉദ്ദേശം എന്താണ്? 17:4 17:4 ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യാൻ പോകുന്നു. എന്തിനാണ് ചെയ്യണത്? 17:1 ഉൽപ്പത്തി പുസ്തകം എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കണം, കുറ്റമറ്റവനായിരിക്കണം. പിടിയിട്ടില്ലേ? അപ്പോൾ ഉടമ്പടിയുടെ പ്രഥമ ഉദ്ദേശം IELTS പാസ്സാകാനും OET പാസ്സാകാനും അല്ല. പ്രഥമ ഉദ്ദേശം എന്താണ്? PR കിട്ടാനല്ല, PR കിട്ടാനാണ്. പ്രഥമ ഉദ്ദേശം എന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കാൻ. അതിനുവേണ്ടി നമ്മൾ രോഗികളെ പോയി കാണും, അവൻ പറയണ പോലെ ചെയ്യും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും, സമാധാനത്തോടെ ജീവിക്കും, ആളുടെ കഴുത്തിലും കയറാൻ പോകത്തില്ല. കഴുത്തിൽ കയറുന്നവരെ നമ്മൾ നല്ല ഉപദേശം കൊടുത്തിട്ട് കർത്താവിൻ്റെ വചനത്തേക്ക് നയിക്കും. അങ്ങനെ നമ്മൾ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ വ്യാപരിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അതായത് ഇതിൻ്റെ ഒരു വിഷയം വെച്ചാൽ ഉടമ്പടിക്കുള്ളൊരു ഗുണമുണ്ട്. അതായത് ഉടമ്പടി പാലിക്കാൻ, ഇപ്പം നമ്മൾ ഉടമ്പടിക്ക് ബ്രേക്കായാലും, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബ്രേക്ക് എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കാണ്. ദൈവമായിട്ടും ഇങ്ങനെ ബ്രേക്കാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ദൈവമായിട്ട് ബ്രേക്കായാലും നമ്മളെ മനുഷ്യന്മാർ ബ്രേക്കാകണ പോലെ ബ്രേക്കായി പോകത്തില്ല. കാര്യം ദൈവം വിശ്വസ്തനായിരിക്കും എപ്പോഴായാലും. മനുഷ്യന്മാരാണ് വേറെ ഒരു ആണിനെ പെണ്ണിനെ കാണുമ്പോൾ വാലുവാട്ടിക്കൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നത്. എന്നിട്ട് തേച്ചിട്ട് നീ എന്നെ അമേരിക്ക കൊണ്ടുപോവുക, നീ എന്നെ കാനഡയിൽ കൊണ്ടുപോവുക, അവനെന്നെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഈ സംഭവം. അതിനുള്ളിൽ നമ്മുടെ കാശെല്ലാം അവൾ മൊബൈൽ ചാർജ് ചെയ്ത് തീർത്ത് കാണും. അപ്പം മനുഷ്യന്മാർ പെട്ടെന്ന് തേക്കും, പക്ഷെ ദൈവത്തിന് തേക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം എങ്ങനെയാണെന്നറിയാവോ? ദൈവം, നീ ദൈവത്തിന് ബ്രേക്ക് ചെയ്താലും ദൈവം നിന്നെ ബ്രേക്ക് ചെയ്യത്തില്ല. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാണെന്ന് അറിയാവോ? ദാവീദിനാണ്. ദാവീദ് അഭ്യാസം മൊത്തം കാണിച്ചായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ദാവീദിൻ്റെ കഥ അറിയാമല്ലോ. പക്ഷെ ദാവീദ് പറയും, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചതാണ്, പക്ഷേ ഉടമ്പടി പ്രകാരം ഞാൻ നിൻ്റെ മുമ്പിലായിരുന്നു, നീ നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ സങ്കീർത്തനം 51:11 അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അതായത് സന്നിധിയിൽ നിന്ന് തള്ളിക്കളയണതും പരിശുദ്ധാത്മാവിനെ എടുത്തു കളയണതും ദാവീദിന് ഒരു വിഷയമാണ്. ഒരിക്കൽ നൽകിയ പരിശുദ്ധാത്മാവിനെ റിട്ടേൺ ചെയ്താൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നീ പുറത്തു പോയെന്നതിൻ്റെ അർത്ഥം. ജെറമിയ 14:21 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ 14:21 അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തെ അവമാനിക്കരുതേ, ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ, അത് ലംഘിക്കരുതേ. ദൈവത്തോട് പറയണാണ്. എന്താണ് ജെറമ്യ 21:14 എന്താ പറയണത്? 14:21 എന്താണ്?
അങ്ങയുമായിട്ടുള്ള ഉടമ്പടി അങ്ങ് ലംഘിക്കരുതേ. എന്ന് വെച്ചാൽ ലംഘിക്കാനുള്ള സാഹചര്യം ചില മനുഷ്യന്മാർക്ക് ഉണ്ടായിപ്പോവും. പക്ഷേ അപ്പോഴും ഈ സങ്കീർത്തകന് ജെറമ്യായ്ക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. എന്താണ്? ദൈവത്തിൻ്റെ ഭാഗത്ത് എൻ്റെ ഉടമ്പടി ഇപ്പോഴും വാല്യൂ ആണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അല്ല നിങ്ങൾ വീണു പോയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വീണു പോയെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ എഴുന്നേറ്റ് വരണം. ശ്രദ്ധിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പകുതിയോളം പ്രാർത്ഥന നമ്മൾ കയറിയപ്പോൾ തന്നെ ഈശോ അഭിഷേകവും ദർശനവും നൽകിയായിരുന്നു. ആ സമയത്ത് അനേകം പേരെ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായി ആശീർവാദത്തിൻ്റെ സമയത്ത് വീണ്ടും നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നന്നായി ഓൺലൈനിലുള്ളവരും പ്രത്യേകം ഈ സമയത്ത് ജാഗ്രതയോടെ നിൽക്കുക, സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുക, ദൈവസ്നേഹത്തോടെ നിൽക്കുക. എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എന്നെ തള്ളിക്കളയെന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദുരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയില്ലെന്ന് പ്രാർത്ഥിക്കുക. എന്നോട് കണ്ണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലത് കരം, ആണിപ്പഴുതാറുന്ന അത്ഭുത കരം, കർത്താവേ, ഇവിടെ തീർത്ഥാടനത്തിൽ ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന അവരെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ, ഈ നിന്റെ ആണിപ്പഴുതാറുന്ന അത്ഭുത കരം അവിടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ സ്വന്തം ബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അവിടെ മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അവിടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, അവരുടെ കരള്, കിഡ്നി, ആസ്മ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ബ്രെയിൻ്റെ ക്യാൻസർ, ബ്രെയിൻ്റെ ട്യൂമർ, PCOD രോഗങ്ങൾ, കർത്താവെ, എല്ലാ രോഗങ്ങളും, കരൾ രോഗങ്ങൾ കർത്താവെ, പാൻക്രിയാസ് രോഗങ്ങൾ കർത്താവെ, നടുവലിൻ്റെ വേദനകൾ കർത്താവെ, അങ്ങേറ്റെടുക്കണ പ്രാർത്ഥിക്കുന്നു. വെള്ള നിറമുള്ള പാണ്ട് രോഗങ്ങൾ കർത്താവെ, തിരുവത്തത് കഴുകണമേ കർത്താവെ.
അസ്ഥി ക്ഷയിക്കുന്ന അസുഖങ്ങൾ കർത്താവെ, എല്ലാ തരത്തിലുള്ള മുഴകൾ വരുന്ന രോഗങ്ങൾ കർത്താവ് സ്പർശിക്കണമേ കർത്താവ്. തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങളെ സ്പർശിക്കണേ കർത്താവെ. കണ്ണിന് കാഴ്ച മങ്ങുന്നവർ, ചെവിക്ക് കേൾവി മങ്ങുന്നവരെ സ്പർശിക്കണേ കർത്താവ്. ദൈവത്തിൻ്റെ കരുണ സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അടിപ്പടര പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നാമത്തെ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്ങിലെ ചോര വീണ്ടെടുത്തവനേ, പ്രാണപ്രിയൻ തന്റെ ചങ്ങിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്ങിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരമേ. ശക്തിയാലല്ല, കൈയുടെ വെളുത്താലല്ല, നിന്റെ എന്നെ നടത്തിയത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശരീരം മുഴുവൻ കുരുക്കൾ വരികയും മുതുകത്തോളം 4-5 കുരുക്കുകൾ പഴുത്തു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇടത് കിഡ്നി ഡാമേജ് ആണ്, വലത് കിഡ്നി ഇങ്ങനെ പഴുത്തു നിൽക്കുന്ന അവസ്ഥയാണ്. കർത്താവ് വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനാണ്. ഓരോ ദിവസം കഴിയും തോറും നീ സുവിശേഷത്തിൻ്റെ വലിയ ബൃഹത്തായ ദൈവസ്നേഹത്തിൻ്റെ വക്താവാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം ഈശോയെ. സാമ്പത്തിക തകർച്ചയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഒരിടവും പരിടമില്ലാതെ, വീടില്ല, വഴിയില്ല, കർത്താവ് വീട് വെക്കാൻ മാർഗവുമില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവരെല്ലാം അങ്ങ് സ്പർശിക്കണേ കർത്താവേ. വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഈശോയെ, അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടാത്തവരുണ്ട് ഈശോയെ. ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവ്, ജയിലിലായിരിക്കുന്നവരുണ്ട് കർത്താവ്, ഇവിടുന്ന് ജോലി കയറിപ്പോകാൻ പോകുന്നുണ്ട് കർത്താവ്. നീറ്റിൻ്റെ പരീക്ഷ എഴുതിയ മക്കളുണ്ട് ഈശോയെ, മറ്റ് ആനുവൽ എക്സാം എഴുതിയ മക്കളുടെ കർത്താവ്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവ്. അവരെല്ലാം അവരുടെ കഴിവിനേക്കാൾ ഉപരി കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ അവരെ എല്ലാം ഉന്നതമായ വിജയത്തിലേക്കും ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്കും ഉന്നതമായ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള എല്ലാ ദൈവിക തടസ്സങ്ങളും യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ജീവിതത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോയിക്കൊണ്ട് എൻ്റെ മക്കളെ, ജപ്തി നടപടി നേരിടുന്നവരെ, മക്കളെ ഓർത്ത് ദുഃഖിക്കുകയും അവർക്ക് ജോലിയില്ല, അവർക്ക് വേറെ ബന്ധങ്ങളിൽ പെട്ടുപോയി, കുടുംബത്തിൽ കയറുന്നില്ല, വിളിച്ചിട്ട് എടുക്കണില്ല, അവർക്ക് ഡിപ്രഷനാണ്, അങ്ങനെയൊക്കെയുള്ള മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ അടിപ്പെട്ടു പോയ ഭർത്താക്കന്മാരുണ്ട്, അപ്പന്മാരുണ്ട്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അടഞ്ഞുപോയ കെട്ടിടങ്ങൾ, വാടക പോയിട്ട് പണം കൊടുത്തിട്ട് തിരികെ കിട്ടാത്തവർ, വാടക കൊടുത്ത് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാൻ പറ്റാതിരിക്കുന്നവർ, വീടുകൾ കെട്ടിയിട്ടിട്ട് അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവർ, വാടക കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ, തർക്കപ്പുരയിടങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ കിട്ടാത്തവർ, കളഞ്ഞു പോയവർ ഇപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ ഇല്ലാത്തവർ, 7 വർഷമായിട്ട് മക്കളില്ലാത്തവർ ഈശോ നേരിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴേ. പക്ഷെ ഭർത്താവിന് അസ്ഥിക്ക് അകൽച്ചയാണ്.
അത് സുഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കുഞ്ഞിനെ കൊടുക്കും. അവർക്കൊന്ന് സാക്ഷ്യം പറയാൻ കഴിയും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രാണപ്രിയ ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന.